Hello, welcome to Happy Kitchen, the cooking paradise. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സ്വാദിഷ്ടമായ ഒരു പൈനാപ്പിൾ പുഡിംഗ് ആണ്. അപ്പോൾ ഒരു പൈനാപ്പിൾ പുഡിംഗ് വളരെ ചുരുങ്ങിയ ചേരുവകൾ വെച്ച് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും എന്തൊക്കെയാണ് അതിന് വേണ്ട സ്റ്റെപ്സ് എന്നും നമുക്ക് വളരെ വിശദമായിട്ട് തന്നെ നോക്കാം. പക്ഷെ അതിനു മുൻപ് ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. അപ്പോൾ എങ്ങനെയാണ് പുഡിംഗ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ജലറ്റിൻ ഒന്ന് കുതിർത്ത് വെക്കണം. അപ്പോൾ ഇവിടെ ഞാൻ 2 ടേബിൾ സ്പൂൺ ജലറ്റിനാണ് എടുത്തിരിക്കുന്നത്. അത് തണുത്ത വെള്ളത്തിൽ, അപ്പോൾ ഏകദേശം നമുക്കൊരു 6 ടേബിൾ സ്പൂൺ, അതായത് ഒരു അര കപ്പ് തണുത്ത വെള്ളം തന്നെ വേണം. തണുത്ത വെള്ളമാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ ജലറ്റിൻ കുതിർന്ന് കിട്ടും. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ തണുത്ത വെള്ളം വെച്ചിട്ട് ഇത് കുതിർക്കുന്നത്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. പെട്ടെന്ന് ഇതൊന്ന് സെറ്റാവും. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ജലറ്റിൻ മിക്സ്ചർ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യാനുസരണം ഇടയിൽ ഉപയോഗിക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു 1.5 കപ്പ് പാല്. അപ്പോൾ ഇവിടെ ഞാൻ സാധാരണ തണുത്ത പാല് തന്നെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കൊരു അര കപ്പ് തരി പഞ്ചസാരയും വേണം. അപ്പോൾ ചൂട് കട്ടിയുള്ള ഒരു പാനിലേക്ക് ആദ്യം എടുത്തു വെച്ചിരിക്കുന്ന പാലും അതിലേക്ക് നമ്മൾ ആവശ്യമുള്ള, അതായത് നമ്മളിപ്പോൾ അര കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ മധുരം ഉപയോഗിക്കാം. ഇവിടെ ഞാൻ അര കപ്പ് പഞ്ചസാര എടുത്തിട്ടുള്ളൂ. ഇത് രണ്ടും കൂടി ഇട്ടിട്ട് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്യുക. അതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇവിടെ പഞ്ചസാര കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അലിഞ്ഞ് കിട്ടണം. പക്ഷേ പാല് തിളയ്ക്കാനും പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഇളക്കിക്കൊണ്ടേയിരിക്കാം. നല്ല ചൂടായതിനു ശേഷം പതുക്കെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ ജലറ്റിൻ മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അതൊന്ന് ഡിസോൾവ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല രീതിയിലൊന്ന് ഇളക്കേണ്ടി വരും. കാരണം നമ്മൾ ഫ്ലെയിം ഓൾറെഡി ഓഫ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആ പാലിൻ്റെ ചൂടിലാണ് ഇപ്പോൾ ജലറ്റിൻ മിക്സ് ആവാൻ പോകുന്നത്. അപ്പോൾ നല്ല രീതിയിൽ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ജലറ്റിൻ ഏകദേശം നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞതിന് ശേഷം ആ ചൂട് മാറാനായിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ റൂം ടെമ്പറേച്ചറിലേക്കാണ് നമ്മളത് മാറാനായിട്ട് വെക്കുന്നത്. ഇനി നമുക്ക് ആവശ്യം വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ ഇവിടെ 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് അത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ചൂടാറിയ ശേഷം അത് ഒരു ഹാൻഡ് മിക്സർ കൊണ്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തുടക്കത്തിൽ ലോ സ്പീഡിലും പിന്നെ പതുക്കെ സ്പീഡ് ഇൻക്രീസ് ചെയ്ത് ഹൈ സ്പീഡിലേക്ക് കൊണ്ടുപോകുക. അപ്പോൾ നല്ലതായിട്ട് ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഏകദേശം നമ്മൾ എടുത്തതിനേക്കാൾ ഒരു ഇരട്ടിയോളം വോളിയത്തിലേക്ക് ഈ ഒരു ബാറ്റർ അങ്ങ് കൂടും. അപ്പോൾ അത്രത്തോളം നമ്മൾ അതിനെ ബീറ്റ് ചെയ്യണം. ഇപ്പോൾ ഏകദേശം നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ബീറ്റ് ചെയ്ത് ഏകദേശം ഒരു ഇരട്ടി വോളിയം ആയതിനു ശേഷം ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പൈനാപ്പിൾ പുഡിംഗ് ആണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് 1 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. കാരണം ആ 1 ടീസ്പൂണിൽ തന്നെ അത്യാവശ്യം നല്ല ഒരു പൈനാപ്പിൾ ഫ്ലേവർ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ പൈനാപ്പിൾ എസൻസ് ഒഴിച്ചതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യുക. ഹാൻഡ് മിക്സർ വെച്ച് തന്നെ, അല്ലെങ്കിൽ ഒരു വിസ്ക് വെച്ചും നിങ്ങൾക്കത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഹാൻഡ് മിക്സർ ആകുമ്പോൾ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് അത് ബീറ്റായി കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ പരുവം. നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൈനാപ്പിൾ പുഡിംഗ് ആയതുകൊണ്ട് ഒരു യെല്ലോ കളർ കൊടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും ഫുഡ് കളർ നിങ്ങളുടെ കയ്യിലുള്ള കളറിനനുസരിച്ച് ആവശ്യത്തിന് ഒരു 3-4 ഡ്രോപ്സ് ആണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു യെല്ലോ കളറിലേക്ക് നമ്മുടെ പുഡിങ്ങിൻ്റെ ബാറ്റർ മാറി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫ്ലേവറും ഒക്കെ മാറ്റാം. അപ്പോൾ അതിനനുസരിച്ചുള്ള എസൻസും കളറും അതിന് കൊടുത്താൽ മതി. ഇവിടെ ഞാൻ പൈനാപ്പിൾ പുഡിംഗ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ പ്ലാൻ ചെയ്തത്. അപ്പോൾ ഈ ഒരു പരുവത്തിന്, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മുടെ ബാറ്റർ കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം നമ്മളിപ്പോൾ റെഡിയാണ്. ഇനി നമ്മുടെ മോൾഡിലേക്ക് ഈ ബാറ്റർ മാറ്റാം. മിനിമം ഒരു 1 മണിക്കൂറെങ്കിലും നമ്മളിത് റെഫ്രിജറേറ്റ് ചെയ്യാം. അപ്പോൾ ഫ്രിഡ്ജിൽ 1 മണിക്കൂർ മിനിമം ആണ്. അതിൽ കൂടുതൽ വെച്ചാലും കുഴപ്പമില്ല. പക്ഷേ 1 മണിക്കൂർ മതിയാവും ഇത് സെറ്റ് ആവാനായിട്ട്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ മുറിച്ച് വിളമ്പാം.
സ്ക്വയർ പീസസ് ആയിട്ടോ റെക്റ്റാങ്കുലർ പീസസ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും മുറിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ചെറിയ ചെറിയ റെക്റ്റാങ്കുലർ പീസസ് ആയിട്ടാണ് ഇത് മുറിച്ച് വിളമ്പാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്യുവാണ്. ഇപ്പോൾ ഇതിൽ നിന്ന് ഞാൻ 2-3 ചെറിയ റെക്റ്റാങ്കുലർ പീസസ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ പുഡിംഗ് റെഡിയാണ്. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇട്ടൊന്ന് അലങ്കരിക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ കോൺട്രാസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ അലങ്കരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റെസിപ്പി വളരെ സിമ്പിളാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ട്രൈ ചെയ്തതിന് ശേഷം ദയവേത് നിങ്ങളുടെ കമൻസ് എന്നെ അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഒപ്പം കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ദയവേത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.